മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. നേപ്പാൾ മുൻ പ്രധാനമന്ത്രി ദുബൈയെ ആക്രമിച്ച് പ്രക്ഷോഭകർ. പ്രതിഷേധക്കാരിൽ നിന്നും ദുബൈയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ രക്ഷിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തായി. ലിജോ വർഗീസ് നമുക്കൊപ്പം ചേരുകയാണ്. ലിജോ, പ്രക്ഷോഭം ഒരു കലാപസമാനമായ സാഹചര്യത്തിലേക്ക് വഴുതി വീണു കഴിഞ്ഞു. മന്ത്രിസഭ ഉൾപ്പെടെ പുറത്തേക്ക് പോവുകയാണ്. അതിനിടയിലാണ് മുൻ പ്രധാനമന്ത്രിക്ക് ഉൾപ്പെടെ ആക്രമണം നേരിടേണ്ടി വരുന്നത്. ഈ പ്രധാനമന്ത്രി രാജിവെച്ചതിന് ശേഷമുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത്രത്തോളം രൂക്ഷമായ തരത്തിലുള്ള പ്രതിഷേധവും അതോടൊപ്പം തന്നെ അക്രമവും പല മേഖലകളിലും ഉണ്ടായെന്ന് കാണുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ. മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ദുബൈയാണ് ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ധനമന്ത്രി പൗഡേലിനെയും ആക്രമിച്ചു. അദ്ദേഹത്തെ റോഡിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തെ ചവിട്ടി വീഴ്ത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ധനമന്ത്രിയുടെ ഭാര്യയെയും ആക്രമിച്ച ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ പല ആളുകളും, അതായത് ഈ പ്രക്ഷോഭത്തിന് ശേഷം അല്ലെങ്കിൽ ഈ പ്രക്ഷോഭത്തിനിടയിൽ പല പ്രധാനപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ മുൻ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ, ധനമന്ത്രി അടക്കമുള്ള ആളുകൾ പ്രതിഷേധക്കാരുടെ മുൻപിൽ പെടുകയും അവർ വലിയ തരത്തിൽ ക്രൂരമായി ആക്രമിക്കപ്പെടുകയും ചെയ്തു എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ദൃശ്യങ്ങളായി പുറത്തു വരുന്നുണ്ട്. മറ്റൊന്ന്, നൂറുകണക്കിന് ആളുകളാണ് പാർലമെന്റിനകത്തേക്ക് ഇരച്ചു കയറുകയും അവിടെ പാർലമെന്റിന് തീ വെക്കുകയും അടക്കം ചെയ്തിരിക്കുന്ന ആ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വലിയ തോതിലുള്ള ആക്രമണം പല മേഖലകളിലും ഉണ്ടായി എന്നും, അതായത് കാഠ്മണ്ഡുവിനെ പൂർണ്ണമായും കലാപകാരികൾ അല്ലെങ്കിൽ ഈ പ്രക്ഷോഭകാരികൾ അവരുടെ കൈകളിലായിരുന്നു എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പ്രധാനമന്ത്രി രാജിവെച്ചിരിക്കുന്ന പുതിയ സർക്കാർ ഉണ്ടാവുമെന്ന് പറയുന്നു. ആ സർക്കാരിൽ ആരായിരിക്കും പ്രധാനമന്ത്രി എന്നത് സംബന്ധിച്ച ചർച്ചകൾ അവിടെ നടക്കുന്നു. ആ തരത്തിൽ ഒക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിലും പ്രക്ഷോഭകാരികൾ വലിയ തോതിൽ അവിടെ വലിയ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് അവർ ഉന്നയിച്ചിരുന്ന ഒരു വലിയ ഒരു രാഷ്ട്രീയ ലക്ഷ്യം, അല്ലെങ്കിൽ അവർ ഉയർത്തിയ മുദ്രാവാക്യം എന്നതിനപ്പുറത്തേക്ക് ഏതാണ്ട് കാഠ്മണ്ഡുവിനെ പൂർണ്ണമായും അഗ്നിക്കിരയാക്കുന്ന തരത്തിലേക്കോ അല്ലെങ്കിൽ പൂർണ്ണമായി നശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നീക്കം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പാർലമെന്റിനും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി മന്ത്രിമാരുടെ വസതിക്ക് നേരെയും ഒക്കെ ആക്രമണം ഉണ്ടായതിനപ്പുറത്തേക്ക് വ്യക്തിപരമായി പല ആളുകൾക്ക്, മുൻ പ്രധാനമന്ത്രി അടക്കമുള്ള ആൾ, അവരൊക്കെ നന്നായി പ്രായം ചെന്ന ആളുകളാണ്. അവർക്കടക്കം ഓടി രക്ഷപ്പെടാൻ കഴിയാതിരുന്ന പല ആളുകൾക്കും നേരെ അതിക്രമം ഉണ്ടായി എന്നും അവരുടെ ഭാര്യമാരടക്കം, അതായത് മന്ത്രിമാരുടെ ഭാര്യമാരടക്കം ആക്രമണത്തിന് വിധേയരായി എന്നുള്ള ദൃശ്യങ്ങളും വാർത്തകളുമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നേപ്പാളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ സൈന്യം കുറെ കൂടി തെരുവുകളിൽ ഇറങ്ങി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നേപ്പാളിൽ നിന്ന് ഇപ്പോൾ വരുന്ന വാർത്തകൾ. ബിനിൽ, ശരി, നേപ്പാളിൽ നിന്ന് ഒട്ടും ആശ്വാസകരമായ വാർത്തകളല്ല. ജൻസി പ്രക്ഷോഭം, അത് പ്രതിഷേധം പ്രക്ഷോഭത്തിലേക്കും പിന്നീട് അത് കലാപത്തിലേക്കും വലിയ അരാജക ആക്രമണങ്ങളിലേക്ക് ഉൾപ്പെടെ വഴിയൊരുക്കിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ നേർചിത്രമാണ് ഇപ്പോൾ കാഠ്മണ്ഡുവിൽ നിന്ന്, നേപ്പാളിൽ നിന്ന് പുറത്തു വരുന്നത്. നല്ല പ്രായമായിട്ടുള്ള മുൻ പ്രധാനമന്ത്രിമാരടക്കം ആക്രമിക്കപ്പെടുന്ന, പരസ്യമായ റൂട്ടിൽ വെച്ച് ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലിജോ വർഗീസാണ് വിവരങ്ങൾ നൽകിയത്.